വേടന്റെ പാട്ടുകളിൽ ഒരു വരിയാണ്, ഞാൻ പാണനല്ല പറയാനല്ല പുലേനല്ല നീ തമ്പുരാനുമല്ല അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മയിരുമല്ല എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അത് കുറച്ച് ആളുകളെങ്കിലും ചൊടിപ്പിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഈ പറയുന്ന കഞ്ചാവ് കിട്ടിയെന്നുള്ളതും വേടൻ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലും വരുന്നത്. പക്ഷേ വേടൻ സമ്മതിച്ചു എന്നുണ്ടെങ്കിൽ വേടൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഈ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സന്ദേശം കൊടുക്കാനായിട്ട് ഇറങ്ങുന്ന, മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് ഇറങ്ങുന്ന വലിയ തെറ്റ് തന്നെയാണ്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേടൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇതൊരു പക്ഷേ റാപ്പർമാർക്കിടയിൽ ഇപ്പോൾ വേടൻ്റെ ഈ ഫ്ലാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലായിരുന്നു എന്ന് പോലീസിന് തോന്നിയതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് കിട്ടിയ ആ ഒരു അറിവിൻ്റെ അന്വേഷണത്തിലാണ് പോലീസ് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഒരുപാട് റാപ്പർമാരുള്ള കേരളത്തിൽ അതിലൊരാൾ മാത്രം കത്തിക്കേറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് നല്ല വിഷമം ഉണ്ടാവും. അതേപോലെ തന്നെ തങ്ങൾ കിട്ടുന്നതിനെ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും വിഷമം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഈ വേടൻ്റെ പരിപാടി